വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഇവരെ പറ്റിയൊക്കെ പഠിക്കേണ്ടതായിരുന്നു. നെഹ്റുവിനൊപ്പം പ്രവർത്തിച്ച തമിഴ്നാട്ടിലെ അതികായകനായ ഒരു നേതാവാണ് ഈ കാമരാജ്. അദ്ദേഹം പ്രധാനമന്ത്രി നെഹ്റുവിൻ്റെ കൂടെ ഒരു തമിഴ്നാട്ടിൽ കൂടി ഒരു വയൽ വരമ്പിൽ കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നെഹ്റു പറയാണ്, അങ്ങയുടെ വീട് ഇവിടെ തന്നെയല്ലേ? അതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ വീട്ടിൽ പോകണം എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അമ്മേനൊന്ന് കാണണം എന്നുള്ളതാണ് അവിടെ നെഹ്റു പറയുന്നത്. അപ്പോൾ അമ്മേനെ കാണാൻ വേണ്ടി പുള്ളി പോയത് എവിടെയെന്ന് പറയുമ്പോൾ ഒരു വയൽ വരമ്പിൽ ഒരു കുറേ ആളുകളവിടെ സ്ത്രീകൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ ആ വയൽ വരമ്പിൻ്റെ അവിടെ ഈ ജോലി ചെയ്യുന്നിടത്ത് വണ്ടി അകലെ നിർത്തി, വളരെ അകലെ നിർത്തി കഴിഞ്ഞിട്ട് അവിടെ നടന്നു വരാനുള്ള വഴിയുള്ള വഴി കൂടെ നെഹ്റുവിനെയും വിളിച്ചിട്ട് സ്ത്രീകൾ പണിയിനോടത്ത് ജോലി ചെയ്യുന്നിടത്ത് ആ വയലിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ വിളിച്ചിട്ട് അമ്മ പണിയിനോടത്ത് ചെല്ലണം. അമ്മ അവിടെ ഞാറ് തട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്മ, എടാ കണ്ണാ, നീ എപ്പോൾ വന്നടാ, നിനക്ക് സൗഖ്യം താനാ, അങ്ങനെ പറയണം. അപ്പോൾ അവയും ഇദ്ദേഹം അവിടെ ചെന്നിട്ട് പ്രധാനമന്ത്രി നെഹ്റുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത്രയും ഉന്നതനായ ആളുടെ അമ്മ അവിടെ പണിതുകൊണ്ടിരിക്കുകയാണ്. അത്രയും ലാളിത്യത്തോടുകൂടി ജീവിച്ചാലാണ് ഈ കാമരാജൊക്കെ. ഇവിടെ ഈ വിജയ് ആ നിൽക്കുന്ന ആളുകൾ അത്രയും ജനക്കൂട്ടത്തിന് ഇദ്ദേഹം പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുന്നു. ആ നിൽക്കുന്ന ആളുകൾക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ പോലും ഇദ്ദേഹം തയ്യാറായില്ല. ആ നിൽക്കുന്ന ആളുകൾ അത്രയും ബുദ്ധിമുട്ടിയാണ് എന്നെ കാണാൻ നിൽക്കുന്നത്. നിങ്ങൾക്ക് സൗഖ്യം ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കിട്ടിയോ, അല്ലെങ്കിൽ നിങ്ങളുടെ സുരക്ഷ എത്രയുണ്ട് എന്നുള്ളൊരു ചിന്ത പോലും വിജയ്ക്കുണ്ടായില്ല. വിജയ് വന്നിട്ട് കുറേ പ്രസംഗങ്ങളാണ് നടത്തായിരുന്നു. അവരുടെ ഉദ്ദേശം അതാണ്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ്, അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഇവരൊക്കെ ജീവിച്ചത് എങ്ങനെയാണ്? എം ജി ആർ സിനിമയുടെ ആ പൊളവളപ്പിൽ ഉയർന്നു വന്നിട്ട് പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി അങ്ങനെ വന്ന ആളെ. ശരിക്കും എം ജി ആറൊക്കെ ആവാനാണ് ഇവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എം ജി ആർ കാമരാജിൻ്റെ മേളിൽ ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ല. കാമരാജൊക്കെ ശരിക്കും ലാളിത്യത്തോടുകൂടി ജീവിച്ച് ഈ ഭൂലോകത്ത് നിന്ന് വിട പറഞ്ഞ ആളായി. യഥാർത്ഥ രാഷ്ട്രീയക്കാരാണ് അവരൊക്കെ. മറ്റവരൊക്കെ സിനിമയുടെ പളവളപ്പിൽ ആളായി വന്നിട്ട് പിന്നെ അവിടെ തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ഇപ്പോഴും വിവരമില്ല. നമ്മളെ ഉയർത്തിക്കൊണ്ടുവന്ന ദേശത്തെ ഡെവലപ്പാക്കുന്ന ആളെയാണ് നേതാവാക്കേണ്ടത്. അല്ലാണ്ട് സിനിമാ താരമായി വന്ന് എന്തിലൊക്കെയോ വിളിച്ച് പുലമ്പിക്കൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയൊക്കെയാണോ നേതാക്കന്മാരാക്കുന്നത്? ഒരു നേതാവെന്ന് പറഞ്ഞാൽ ദേശത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിവുള്ള ആളാണ്.